പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ന് പ്രത്യേകിച്ച് മുഖപുരം ഒന്നും വേണ്ടാത്ത ഒരാളാണ് ഇന്ന് അതിഥിയായി നമുക്കൊപ്പം എത്തിയിരിക്കുന്നത്. മറ്റാരുമല്ല, കോൺഗ്രസ് നേതാവായ ദീപ്തി മേരി വർഗീസ് ആണ്. നമുക്ക് സ്വാഗതം ചെയ്യാം ദീപ്തിയെ നമ്മുടെ ഹലോ മലയാളത്തിലേക്ക്. ഗുഡ് മോർണിംഗ് ശ്രീമതി ദീപ്തി മേരി വർഗീസ്, സ്വാഗതം ഹലോ മലയാളത്തിലേക്ക്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇപ്പം നമ്മളെ തിരഞ്ഞെടുപ്പ് ചൂടാണ്. അപ്പം വളരെ കുറഞ്ഞ സമയമേ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനൊക്കെ ഉള്ളൂ എന്നുള്ളതാണ്. അപ്പം ഈ ആദ്യഘട്ടത്തിലേക്ക് പ്രചാരണം നടക്കുമ്പോൾ ഒരു ട്രെൻഡൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇതുവരെ? തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങുന്നതിന് മുൻപ് തന്നെ ട്രെൻഡ് സെറ്റാണല്ലോ. ട്രെൻഡ് UDF അനുകൂലമാണ്. UDF വലിയ ഭൂരിപക്ഷത്തിൽ തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. അത് എല്ലാ മണ്ഡലങ്ങളിലും നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ചിലയിടങ്ങളിലൊക്കെ ഞാനും ജില്ല വിട്ടും പോയിട്ടുണ്ട്. ഇനി വരും ദിവസങ്ങളിലും ഞാൻ കേരളത്തിൻ്റെ വിവിധ മണ്ഡലങ്ങളിൽ വിളിച്ചിട്ടുണ്ട്. പ്രചരണ പ്രവർത്തനത്തിനായി പോകുന്നതാണ്. ഓക്കെ, ഇപ്പം UDF വലിയ പ്രതീക്ഷ വയ്ക്കുന്ന ഒരു ജില്ല കൂടിയാണല്ലോ എറണാകുളം. അപ്പം ഇത്തവണ തൂത്തുവാരാൻ കഴിയുമോ ജില്ല? ജില്ലയെ സംബന്ധിച്ച് നമുക്ക് നഷ്ടപ്പെട്ട സീറ്റുകൾ തിരിച്ച് പിടിക്കാൻ കഴിയുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് നടത്തുന്നത്. അതിന് കഴിയുന്ന സ്ഥാനാർത്ഥികളാണുള്ളത്. ശക്തമായ രീതിയിലുള്ള പ്രവർത്തനമാണ് എല്ലായിടത്തും നടക്കുന്നത്. കാരണം കഴിഞ്ഞ 10 വർഷക്കാലത്തെ LDFൻ്റെ ഭരണം തന്നെയാണ് ഞങ്ങൾ ഏറ്റവും അധികം എടുത്തു കാണിക്കുന്നത്. ഓരോ മേഖലയിലും കഴിഞ്ഞ 10 വർഷക്കാലം ഉണ്ടായ വലിയ രീതിയിലുള്ള തകർച്ചയാണ് ഞങ്ങൾ ഉയർത്തി കാണിക്കുന്നത്. അതുകൊണ്ട് ജനങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ട് എന്നുള്ള വലിയ പ്രതീക്ഷ ഇപ്രാവശ്യം UDFനുണ്ട്. ഓക്കെ, ശ്രീമതി ദീപ്തി മേരി വർഗീസ്, നമ്മൾ ഇപ്പം ഇത്തവണത്തെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ കേൾക്കേണ്ട ഒരു പേരായിരുന്നു അങ്ങയുടേതെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല, സംശയമില്ല. അപ്പം നേരത്തെ മേയർ വിഷയത്തിലും ഈ പേര് കേട്ടിരുന്നു. ഇവിടെ ഇപ്പം ദീപ്തി പോസ്റ്റർ വരെ അടിച്ചിരുന്നു. അതിനുശേഷം അതിൽ അങ്ങ് പ്രതികരണം നടത്തിയതും വളരെ പോസിറ്റീവായിട്ടാണ്. ഇപ്പം എപ്പോൾ വേണം, കാരണം ആ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരാൻ ചെറിയൊരു കാലതാമസം ഉണ്ടായിരുന്നു, പല പ്രശ്നങ്ങളുമൊക്കെ നേരിട്ടിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പട്ടികയിൽ ഒരുപാട് പേര് പരിഗണനയിലുണ്ട്. എപ്പോൾ വേണമെങ്കിലും ആ പട്ടിക വരാം, സമയക്കുറവുണ്ട്. പിന്നീട് ഈ പട്ടിക വന്നതിന് ശേഷം പോസ്റ്ററും കാര്യങ്ങളൊക്കെ അച്ചടിക്കുന്നതിൽ നല്ലത് കയ്യിൽ കരുതി വെക്കുന്നതാണ്. വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് ആ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ അത് ശരിയുമാണ്. അതേപോലെ തന്നെയായിരുന്നു ജോസഫ് വാഴക്കൻ. അദ്ദേഹത്തിന് ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമായെന്നൊക്കെ അദ്ദേഹം തന്നെ മാധ്യമങ്ങളോട് പറയുകയൊക്കെ ചെയ്തു. പക്ഷേ ഈ അങ്ങ് ഇത്രയും പോസിറ്റീവായിട്ട് പറയുമ്പോഴും കോൺഗ്രസിലെ ചില നേതാക്കൾ, പ്രത്യേകിച്ച് ഹൈബിയുടെ MP ഒക്കെ പറഞ്ഞത് ലിസ്റ്റ് പ്രഖ്യാപിക്കാത്ത ഈ ആരും സ്ഥാനാർത്ഥികളല്ലല്ലോ, ആഗ്രഹങ്ങളൊക്കെ പലർക്കും ഉണ്ടാകുമെന്നാണ്. അപ്പം ഈ വിഷയത്തിൽ അങ്ങക്ക് എന്താ പറയാനുള്ളത്? അതായത് ഇപ്രാവശ്യം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ വളരെ കുറച്ച് സമയം മാത്രമാണ് പ്രചരണത്തിനുള്ളത്. വളരെ ഷോർട്ട് പീരിയഡാണ് ഇപ്രാവശ്യം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായിട്ട് പ്രഖ്യാപനത്തിന് ശേഷം ലഭിക്കുന്നത്. അപ്പോൾ അതിനുശേഷം സ്ഥാനാർത്ഥി പ്രഖ്യാപനം. കോൺഗ്രസിനെ സംബന്ധിച്ച് സ്ഥാനാർത്ഥി പ്രഖ്യാപനം എന്നുള്ളത് ഇപ്രാവശ്യം പ്രത്യേകമായ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട്, ദീർഘമായ ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാ കാലത്തും ഉണ്ടാവുന്നതാണ്. പലപ്പോഴും സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിന് ശേഷം സ്ഥാനാർത്ഥികളല്ലാതായ സാഹചര്യങ്ങളുണ്ട്. അത് കോൺഗ്രസിൽ മാത്രമല്ല, CPM-ലും ഉണ്ടല്ലോ. CPM കഴിഞ്ഞ തവണ തൃക്കാക്കരയിൽ സംഭവിച്ചില്ല. അരുൺകുമാറിന് വേണ്ടിയിട്ട് അതിൽ പോലും എഴുതി, പക്ഷേ മറ്റൊരു സ്ഥാനാർത്ഥിയാണ് വന്നത്. അപ്പോൾ ഇതൊക്കെ രാഷ്ട്രീയ പാർട്ടികളിൽ ചർച്ചകൾ ഉണ്ടാകുക, അഭിപ്രായം സമന്വയം ഉണ്ടാകുക, അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുക, അതൊക്കെ സാധാരണഗതിയിലുള്ള ഒരു കാര്യം മാത്രമാണ്. താങ്കൾ സൂചിപ്പിച്ച പോലെ ഇപ്രാവശ്യം നിയമസഭാ സ്ഥാനാർത്ഥിയാകും എന്നുള്ള ഒരു പ്രതീക്ഷ എനിക്ക് ലീഡർഷിപ്പിൻ്റെ ഭാഗത്തുനിന്ന് തന്നെയാണ് കിട്ടിയത്. ഞാൻ അദമ്യമായി ആഗ്രഹം കൊണ്ട് അങ്ങനെ ഓടി നടന്ന ആളൊന്നുമല്ല. പക്ഷേ സ്ത്രീകൾക്ക് കൂടുതൽ പ്രാതിനിധ്യം ലഭിക്കും എന്നുള്ളത് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ വളരെ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് വലിയ സ്ത്രീ പ്രാതിനിധ്യം ഇപ്രാവശ്യം ഉണ്ടാകും. അതിനോടൊപ്പം തീർച്ചയായിട്ടും ഞാൻ അതിലൊരാളാണ് എന്നുള്ള മെസ്സേജ് തന്നെയാണ് എനിക്ക് ലഭിച്ചിരുന്നത്. അത് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തന്നെയാണ് തന്നത്. അല്ലാതെ ആരും അതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട ഒരു നേതാവും നിങ്ങൾ കൺസിഡർ ചെയ്യപ്പെടില്ല ഇപ്രാവശ്യം എന്നൊരു മെസ്സേജ് എനിക്ക് തന്നിരുന്നില്ല. അങ്ങനെ തന്നെങ്കിൽ തീർച്ചയായിട്ടും 100% ഞാൻ സംഘടനാ പ്രവർത്തനവുമായി തന്നെ മുമ്പോട്ട് പോകുമായിരുന്നു. ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ല. പക്ഷേ സാഹചര്യവശാൽ വളരെ ലേറ്റ് നൈറ്റ് ചർച്ചകൾക്ക് ശേഷം അവസാനം എൻ്റെ പേര് വന്നത് കൊച്ചിയിലാണ്. ആ കൊച്ചിയിൽ മറ്റൊരു സ്ഥാനാർത്ഥി വരുന്നു. ആ സ്ഥാനാർത്ഥി വന്നതിന് ശേഷം പൂർണ്ണ അർത്ഥത്തിൽ ഞാൻ എല്ലാ പിന്തുണയും ഷിയാസിന് കൊടുത്തിട്ടുണ്ട്. ഞാൻ അവിടെ പ്രചരണ പ്രവർത്തനത്തിന് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ മുമ്പോട്ട് പോവുകയാണ്. അതിനകത്തൊന്നും യാതൊരു പ്രശ്നങ്ങളും സംഘടനയെ സംബന്ധിച്ചില്ല. പിന്നെ ഒരാഗ്രഹം തോന്നിയിട്ടൊന്നും പോസ്റ്റർ അടിക്കേണ്ട ഒരു സ്ഥിതിയിലല്ലല്ലോ
ആണല്ലോ എന്നെപ്പോലെയുള്ള ഒരു പാർട്ടിയിൽ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റിലിരിക്കുന്ന ഒരാൾ. കോൺഗ്രസിൻ്റെ പ്രൊസീജിയേഴ്സ്, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണയം, ഇത്തരം കാര്യങ്ങളൊക്കെ എത്രയോ വർഷമായി നേരിട്ട് കണ്ടിട്ടുള്ള, അറിഞ്ഞിട്ടുള്ള വ്യക്തികളിൽ ഒരാൾ കൂടിയാണ് ഞാൻ. അതുകൊണ്ട് വെറുതെ ഒരു ആഗ്രഹം തോന്നിയിട്ട് പോയിട്ട് കുറച്ച് പോസ്റ്റർ അടിക്കാം അങ്ങനൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. അവസാന നിമിഷം വരെ എൻ്റെ പേര് ചർച്ചയിലുണ്ട് എന്ന് വ്യക്തമായ ബോധ്യമുള്ളതുകൊണ്ട് സമയക്കുറവ്, എൻ്റെ അകത്ത് പ്രധാന കാര്യം അതാണ്, സമയക്കുറവ്. എതിർ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് അവിടുത്തെ സിറ്റിംഗ് MLA ആണ്. അവർ പ്രചരണ പ്രവർത്തനങ്ങൾ വളരെയധികം മുമ്പോട്ട് പോയിരിക്കുന്നു. അപ്പോൾ പിറ്റേ ദിവസം റോഡ് ഷോ ഉണ്ട് എന്നുള്ളത് UDFൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തന്നെയാണ് എനിക്ക് കൊച്ചിയിൽ നിന്ന് പറഞ്ഞത്. പേരുകളൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല, പക്ഷേ അങ്ങനെ പറഞ്ഞു. അതിനോടൊപ്പം തന്നെ ഡൽഹിയിലെ ചർച്ചയിൽ എൻ്റെ പേര് സജീവമായിട്ടുണ്ട് എന്നുള്ളത് തന്നെ ഞാൻ മനസ്സിലാക്കി. അപ്പോൾ പെട്ടെന്നൊരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നാൽ മുൻകരുതൽ എടുക്കേണ്ട കാര്യമുണ്ട്. അപ്പോൾ പോയി നമുക്ക് പോസ്റ്റർ ഡിസൈൻ ചെയ്യാനും അല്ലെങ്കിൽ പ്രാഥമികമായി റോഡ് ഷോയ്ക്കുള്ള അത്യാവശ്യ സാധന മെറ്റീരിയൽസ് നമുക്ക് എടുക്കാനും പറ്റില്ല. ഞാൻ വിചാരിക്കുന്നത് ഞാൻ മാത്രമല്ല, ഒരുമാതിരിപ്പെട്ട ഈ സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയുണ്ട് എന്ന് ഇൻഫർമേഷൻ കിട്ടിയ എല്ലാവരും തന്നെ വളരെ നേരത്തെ തന്നെ പോസ്റ്റർ ഡിസൈൻ ചെയ്തിട്ടുണ്ടാകും. പോസ്റ്റർ പ്രിൻറ്റ് ചെയ്തു, വളരെ കുറച്ച്, ഞാനങ്ങനെ ലക്ഷക്കണക്കിന് പോസ്റ്ററൊന്നും പ്രിൻറ്റ് ചെയ്തില്ല. പിറ്റേ ദിവസം റോഡ് ഷോയ്ക്ക് ആവശ്യം വന്നാൽ അവിടെ അത്യാവശ്യം വേണ്ട പോസ്റ്റർ മാത്രം പെട്ടെന്ന് എറണാകുളത്ത് ഒരു പ്രസ്സിൽ കൊടുത്ത് പ്രിന്റ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. അതൊരു വലിയ പ്രയാസമായിട്ടും ഞാൻ കാണുന്നില്ല. കാരണം അത് ഞാൻ എടുത്ത ഒരു മുൻകരുതലാണ്. എനിക്ക് കിട്ടിയ മെസ്സേജ് വെച്ച് ഞാൻ എടുത്ത ഒരു മുൻകരുതൽ മാത്രമാണ്. അത് മറിച്ച് മറ്റൊരു സ്ഥാനാർത്ഥി വന്നപ്പോൾ ഞാനത് വരുമെന്ന് തോന്നിയപ്പോൾ ഞാൻ ആ പ്രിന്റിങ് നിർത്തിവെക്കാനും അവിടെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഒരു സ്വാഭാവികമായിട്ട് എടുക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ്റെ ഒരു മുൻകരുതലായി മാത്രമേ അതിനെ കാണേണ്ടതായിട്ടുള്ളൂ. പിന്നെ അങ്ങനെ ഒരു അമിത ആഗ്രഹവുമായി മത്സരിച്ചേ തീരൂ എന്നുള്ള നിലയിലൊന്നും പോകുന്ന ഒരാളല്ല ഞാൻ കഴിഞ്ഞ 3.5 പതിറ്റാണ്ടായി ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിൽക്കുന്ന, പൊതുരംഗത്ത് എൻ്റെ സംഘടനയിൽ നിൽക്കുന്ന ഒരാളാണ്. മത്സരിച്ചില്ലെങ്കിലും, ഒരു കാലത്തും മത്സരിച്ചില്ലെങ്കിലും ഞാനൊരു കോൺഗ്രസ് പ്രവർത്തകയായിരിക്കും എന്നുള്ള നൂറുകണക്കിന് കോൺഗ്രസ് പ്രവർത്തകരിൽ ഒരാൾ മാത്രമാണ് ഞാൻ. പിന്നെ ഇതിൻ്റെ അകത്ത് ഇപ്പം ഞാൻ പറയുന്നത് അത് മറ്റൊരു സാഹചര്യം കൂടിയുണ്ട്. സംഘടനയിൽ വരുന്നത് തന്നെ മത്സരിക്കാനാണ് എന്ന ബോധ്യത്തോടെ വരുന്ന ആളുകളുണ്ടാകാം. പലതരത്തിലുള്ള ആളുകളാണല്ലോ സംഘടനയിൽ വരുന്നതും. ഇത് മത്സരിക്കാനും നിയമസഭയിൽ വരാനും പാർലമെൻറ്റിൽ വരാനും വേണ്ടി മാത്രമാണ് കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കാൻ വന്നത്. അല്ലെങ്കിൽ വരുമ്പോൾ മുതൽ തന്നെ വളരെ കീ പോസ്റ്റുകളിൽ ഇരിക്കുകയും മത്സരിക്കാൻ വരുമ്പോൾ മുതൽ ഇന്ന് വരെ സുദീർഘമായി മത്സരിക്കാനുള്ള സാഹചര്യം ലഭിക്കുന്ന ആളുകളുണ്ട്. അവരെ സംബന്ധിച്ച് ഈ ഞങ്ങളെപ്പോലെ പ്രവർത്തിക്കുന്ന ആളുകളുടെ ഒരു വികാരം ചിലപ്പോൾ മനസ്സിലാകണമെന്നില്ല. അത്തരത്തിലുള്ള ആളുകൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കമൻസ് പറയും. ഞാൻ അതിനെയൊന്നും കാര്യമായി കാണുന്നില്ല. ഞാൻ അങ്ങനെ ആരുടെയെങ്കിലും ഒരു കമൻറ്റിനനുസരിച്ച് രാഷ്ട്രീയ പ്രവർത്തനം ചെയ്യുന്ന ഒരാളുമല്ല ഞാൻ. ശ്രീമതി ദീപ്തി മേരി വർഗീസ്, ഇപ്പോൾ അങ്ങയുടെ ഈ വാക്കുകൾ തന്നെ ഇവർ മറുപടി തന്നെ എന്ത് പോസിറ്റീവാണെന്ന് അറിയുമോ? കാരണം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഈ ഒരു കാലത്ത് പലരും സീറ്റ് കിട്ടാത്തപ്പോൾ പാർട്ടി മാറുന്നതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ സീറ്റ് നിഷേധിച്ചു, അവിടെ സീറ്റ് നിഷേധിച്ചു, ഉടനെ പാർട്ടി മാറുന്നു, മുന്നണി മാറുന്നു, മറ്റൊരു പാർട്ടി പോയി ഷോൾ അണിഞ്ഞ് അവർക്ക് വേണ്ടി പ്രചാരണം നടത്തുന്നു. ഇപ്പം ശ്രീമതി ദീപ്തി മേരി വർഗീസിലേക്ക് നമുക്ക് എത്തിച്ചേരാം. ഇപ്പോൾ ഈ പല ആരോപണങ്ങൾക്കുമുള്ള മറുപടി പറയുകയാണ് ദീപ്തി മേരി വർഗീസ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഹൈബി ഈഡൻ MP അടക്കം പറഞ്ഞിരുന്നു, ഈ ആഗ്രഹങ്ങളൊക്കെ പലർക്കും ഉണ്ടാകുമല്ലോ, പക്ഷേ ആ ആഗ്രഹങ്ങൾക്കനുസരിച്ച് എല്ലാ കാര്യങ്ങളും ഒന്നും നടക്കാൻ പറ്റില്ലല്ലോ. ഇപ്പം ദീപ്തി മേരി വർഗീസ് ആ പോസ്റ്റർ അടിച്ച സംഭവമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അപ്പോൾ അതിനാണ് ഇപ്പോൾ ദീപ്തി മേരി വർഗീസ് തന്നെ അതിനുള്ള മറുപടി പറഞ്ഞത്. അങ്ങനെ ആഗ്രഹം തോന്നി പോസ്റ്റർ അടിക്കാൻ പറ്റുന്ന ഒരു ആളല്ലല്ലോ ഞാൻ, അതിനൊരു ആവശ്യമില്ലല്ലോ എന്നുള്ളത്. ശ്രീമതി ദീപ്തി മേരി വർഗീസ്, ഞാൻ ഈ പറഞ്ഞത് ഇപ്പം അങ്ങയുടെ മറുപടിയിൽ നിന്നുമാണ് ഞാൻ തുടങ്ങി. കാരണം അത് വളരെ പോസിറ്റീവായിട്ടാണ് ഇപ്പം അത് എടുത്തതും. കാരണം ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് ഒരു മുന്നണിയിൽ നിന്നല്ല, പല മുന്നണിയിൽ നിന്നും പലരും സീറ്റ് കിട്ടാത്തതിന്റെ പേരിലൊക്കെ പാർട്ടി ബന്ധം, അതും 10, 60, 70 വർഷമൊക്കെയുള്ള ബന്ധങ്ങളൊക്കെ അവസാനിപ്പിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെറിയ കാര്യങ്ങൾക്ക് പേരിൽ മാറുമ്പോൾ ഈ അങ്ങൊക്കെ ഒരു ദീപ്തി മേരി വർഗീസൊക്കെ വലിയ പ്രവർത്തകർക്ക് ഒരു വലിയ പ്രതീക്ഷയാണ്. ഇങ്ങനെ പോകുന്ന ആളുകളൊക്കെ കാണുമ്പോൾ അങ്ങക്ക് എന്താണ് തോന്നുന്നത്? ഇന്നലെ ഞാൻ KC വേണുഗോപാൽ ഒരു ഇന്റർവ്യൂ കണ്ടായിരുന്നു. അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്നത് ദീപ്തി മേരി വർഗീസ് ഞങ്ങളുടെ ഏറ്റവും അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ്. കാരണം ഈ അദ്ദേഹം നേതാവായിരിക്കുന്ന സമയത്ത്, അതായത് എനിക്ക് തോന്നുന്നു നമ്മുടെ താഴ്ന്ന ഇതിലൊക്കെ പ്രവർത്തിക്കുന്ന സമയത്ത് അങ്ങ് മഹാരാജാസ് കോളേജിലെ KSUവിൻ്റെ നേതാവാണ്. അക്കാലത്ത് മഹാരാജാസ് കോളേജിലേക്ക് ഒരു KSU നേതാവൊക്കെ വരിക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ്. അപ്പോൾ അന്നേ ദീപ്തി കിടിലമായിരുന്നു എന്നാണ് KC വേണുഗോപാൽ കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത്.
അദ്ദേഹം പറഞ്ഞ നല്ല വാക്കുകൾക്കൊക്കെ നന്ദി. അദ്ദേഹത്തിന് അത് പറയാൻ കഴിയും. കാരണം KC വേണുഗോപാൽ എന്ന രാഷ്ട്രീയ നേതാവും വളരെ അധ്വാനിച്ച് ഒരു പ്രത്യേകമായ ഒരു സാഹചര്യത്തിലോ ഒരു പിന്തുണയോടെയോ ഒന്നും വന്ന ആളൊന്നുമല്ല. വളരെ അധ്വാനിച്ച് സ്കൂൾ കാലഘട്ടം മുതൽ അധ്വാനിച്ച് വന്ന കഷ്ടപ്പെട്ട് വന്ന ആളാണ്. അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ ഒരു കാര്യം ഞാനിവിടെ എടുത്തു പറയേണ്ട കാര്യമുണ്ട്. KPCC ജനറൽ സെക്രട്ടറി, ഇന്ന് ഞാനിരിക്കുന്ന ഈ പോസ്റ്റ് ഉണ്ടല്ലോ, KPCC ജനറൽ സെക്രട്ടറി, അങ്ങനെ KPCCയിൽ ഒരു പ്രാവശ്യം പോലും ഭാരവാഹി ആകാൻ പറ്റാത്ത ഒരു നേതാവ് കൂടിയാണ് KC വേണുഗോപാൽ. പക്ഷേ പിന്നീട് അദ്ദേഹത്തിന് അതിലും വലിയ എത്രയോ പോസ്റ്റുകൾ ലഭിച്ചിരിക്കുന്നു. അദ്ദേഹം വളരെ ശക്തമായി KPC ഭാരവാഹി ആയില്ല എന്ന് പറഞ്ഞ് പാർട്ടി ഉപേക്ഷിച്ച് പോയ ഒരാളല്ലല്ലോ. അദ്ദേഹം പിന്നീട് വളരെ ശക്തമായി നിൽക്കുകയും എൻ്റെ KSU പ്രസിഡൻറ്റും യൂത്ത് കോൺഗ്രസ് പ്രസിഡൻറ്റുമായിരുന്നു. അപ്പോൾ അവരൊക്കെ എന്നെപ്പോലുള്ളവർക്കൊരു മാതൃകയാണ്. ആ മാതൃകയാണ് ഞങ്ങളൊക്കെ പിന്തുടരുന്നത്. ഞങ്ങൾക്കൊക്കെ എന്തെങ്കിലും കിട്ടിയില്ല എന്ന് പറഞ്ഞ് അമ്മയെപ്പോലെ കരുതുന്ന പാർട്ടി എന്ന് പറഞ്ഞാൽ ഞങ്ങളെപ്പോലുള്ളവർക്ക് മാതാവിനെ പോലെയാണ്, അമ്മയെപ്പോലെയാണ്. അങ്ങനെയുള്ള ഒരു പാർട്ടി ഉപേക്ഷിച്ച് പോകുക എന്ന് പറഞ്ഞാൽ അമ്മയെ ഉപേക്ഷിച്ച് പോകുന്ന പോലെ. അമ്മയെ ഉപേക്ഷിച്ച് പോകാൻ നമുക്ക് കഴിയുമോ? നമ്മൾ പാർട്ടിയിലേക്ക് വരുന്നത് മത്സരിക്കാൻ വേണ്ടി വരുന്ന ആളുകൾക്കാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ കഴിയും. താങ്കൾ സൂചിപ്പിച്ചല്ലോ പലരും പാർട്ടി വിട്ടു പോകുന്നുവെന്ന്. അവരുടെ താൽക്കാലിക എന്തെങ്കിലും ലാഭത്തിന് വേണ്ടി ഇതിൽ നിൽക്കുന്ന ആളുകൾക്ക് അങ്ങനെയൊക്കെ ചിലപ്പോൾ ചെയ്യാൻ കഴിയും. അത് ഓരോ അപ് ടു ആ വ്യക്തികളെ ആശ്രയിച്ചിരിക്കും. ഓരോ വ്യക്തികളും ഓരോ രീതിയിലാണല്ലോ ചിന്തിക്കുന്നത്. ചില ആളുകൾക്ക് ചില പ്ലാറ്റ്ഫോമുകളിൽ നിൽക്കാൻ കഴിയുന്നില്ല, ചില പാർട്ടികളിൽ നിൽക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് കൊണ്ട് പാർട്ടി ഉപേക്ഷിച്ച് പോകുന്നു. പലതരത്തിലുള്ള ചലഞ്ചസ് ഉണ്ടാവും. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിൽക്കുമ്പോൾ പല തരത്തിലുള്ള അഭിപ്രായങ്ങളുള്ള ആളുകളാണ് അത് ചിലപ്പോൾ നമുക്കെതിരായിട്ടുള്ളവരും നിരവധി ആളുകൾ ഉണ്ടാവും. അതിനെ ഒരു ചലഞ്ചായി കാണേണ്ടതിന് പകരം അത് ഉപേക്ഷിച്ച് പോകുന്ന ആളുകൾ, എനിക്കിത് സഹിക്കാൻ വയ്യ എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച് പോകുന്ന ആളുകളുണ്ട്. അങ്ങനെ നമ്മൾ വീട് ഉപേക്ഷിച്ച് പോകുമോ? നമ്മുടെ വീട്ടിൽ വീട്ടുകാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ വീട് ഉപേക്ഷിച്ച് പോകാൻ പറ്റില്ലല്ലോ. ഞാൻ അങ്ങനെയാണ് ഇതിനെ കാണുന്നത്. യെസ്, കറക്റ്റ്. ശ്രീമതി ദീപ്തി മേരി വർഗീസ്, ഇപ്പം തിരഞ്ഞെടുപ്പ് സമയമാണ്. പാർട്ടികളൊക്കെ വലിയ സജീവ പ്രചാരണത്തിലൊക്കെയാണ്. UDF അധികാരത്തിലേക്ക് വരുമെന്ന്, ടീം UDF വരുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുകയും ചെയ്യുന്നു. അതിനൊപ്പം തന്നെ KC വേണുഗോപാലിന്റെ പേരും ഉയർന്നു കേൾക്കുന്നുണ്ട്. അടുത്ത മുഖ്യമന്ത്രി ആയിട്ടൊക്കെ KC വേണുഗോപാൽ വരുമെന്നൊക്കെ. അപ്പം ദീപ്തി മേരി വർഗീസ് അങ്ങനെ കരുതുന്നുണ്ടോ? കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു കാലത്തും മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ലല്ലോ. അത് CPM പോലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പലപ്പോഴും ചെയ്തിട്ടുണ്ട്. അത് ചെയ്തിട്ടുള്ളത് നടക്കാതെയും ഇരുന്നിട്ടുണ്ട്. നമുക്കറിയാം, ഗൗരിയമ്മ ഉൾപ്പെടെയുള്ള അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇന്ന ആളാണ് മുഖ്യമന്ത്രി എന്ന് കാണിച്ചുകൊണ്ടുള്ള ഒരു പ്രചരണം ഒരു കാലത്തും നടന്നിട്ടില്ല. അത് AICC തീരുമാനിക്കും. ഹൈക്കമാൻഡ് UDFന് ഭൂരിപക്ഷം കിട്ടിയതിന് ശേഷം ഹൈക്കമാൻഡാണത് തീരുമാനിക്കുന്നത്. ഹൈക്കമാൻഡ് എന്താണോ തീരുമാനിക്കുന്നത് അതുപോലെ ആയിരിക്കും മുമ്പോട്ട് പോവുക. ഓക്കെ, ശ്രീമതി ദീപ്തി മേരി വർഗീസ്, ഇപ്പോൾ പാലക്കാടാണ് ഡീൽ ആരോപണം തുടങ്ങുന്നത്. പാലക്കാട്, അത് പിന്നീട് കാസർഗോഡ്, റാന്നി, കോന്നി, മഞ്ചേശ്വരം ഒക്കെ ആരോപണങ്ങളുണ്ട്. എറണാകുളത്തെ സീറ്റുകളിൽ ഒരു ഡീൽ ഭയമുണ്ടോ? ഡീലുകൾ നടക്കുന്ന ചില സീറ്റുകളുണ്ട്. അത് കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നുന്നു പ്രതിപക്ഷ നേതാവും ചില സീറ്റുകളുടെ പേരുകളെടുത്ത് പറയുകയുണ്ടായി. ഡീലുകൾ നടത്താൻ ശ്രമിക്കുമായിരിക്കാം. കാരണം ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് CPMനെ സംബന്ധിച്ച് കോൺഗ്രസിനെ പരാജയപ്പെടുത്തുക എന്നുള്ളതാണ്. BJPയെ സംബന്ധിച്ച് കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ളതാണ്. BJPയെ സംബന്ധിച്ച് CPM ഒരിക്കലും ഒരു ശത്രു ആകേണ്ട കാര്യമില്ല. കാരണം ഇന്ത്യയിൽ ഒരിടത്തും CPM എന്ന് പറയുന്ന ശക്തി BJPക്കെതിരായി നിൽക്കാനില്ല. ഒരിടത്തും ഭരണമില്ല. ആകെയുള്ളത് കേരളത്തിലാണ്. കേരളത്തിലാണെങ്കിൽ CPM മത്സരിക്കുന്നത് കോൺഗ്രസിനോടാണ്. അപ്പോൾ BJPയുടെ ശത്രുവാണ്. അതുകൊണ്ടാണല്ലോ ശ്രീഎമ്മിൻ്റെ ഡീലിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തല്ലോ. ശ്രീഎം 2016 ഡീൽ, അത് പിന്നീട് പുറത്തു വന്നല്ലോ. 4 ഏക്കർ ഭൂമി സർക്കാർ പതിച്ചു കൊടുത്തു. അതെന്തിനാണെന്ന് ചോദിച്ചാൽ ഇപ്പോഴും മറുപടി പറഞ്ഞിട്ടില്ലല്ലോ. പിന്നീട് നടന്ന തൃശ്ശൂർ പൂരം കലക്കലിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇപ്പോഴും DGP ആയിട്ട് ശ്രീ അജിത് കുമാർ ഇരിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അതിൻ്റെ കാരണം എന്നുള്ളത് ഇപ്പോഴും പൊതുസമൂഹത്തോട് പറയുവാൻ CPM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് കഴിഞ്ഞിട്ടില്ല. അജിത് കുമാർ എന്തിനാണ് പോയി ഒരു ചർച്ച നടത്തിയത്, ദത്താത്രേയുമായി നടത്തിയ ചർച്ച എന്തിനായിരുന്നു എന്നുള്ളതിന് മറുപടി ഇപ്പോഴും പൊതുസമൂഹത്തിനോട് പറയാൻ കഴിയുന്നില്ല. എത്രയോ കേസുകൾ, മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെടെയുള്ള കേസുകൾ ഇന്നും EDക്ക് അന്വേഷിച്ച് കണ്ടെത്താൻ കഴിയുന്നില്ല. കേന്ദ്ര ഏജൻസികൾക്ക് അന്വേഷിച്ച് കണ്ടെത്താൻ കഴിയുന്നില്ല. അത് ഇത്രയും വർഷമായിട്ടും നീണ്ടുപോവുകയാണ്. അതേസമയം മറ്റു പല കേസുകളും, കോൺഗ്രസ് നേതാക്കന്മാരുടെ പല കേസുകളും രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഉൾപ്പെടെ ചോദ്യം ചെയ്യാൻ കേന്ദ്ര ഗവൺമെൻറ്റിന്, കേന്ദ്ര ഏജൻസികൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് മറ്റൊരു കാര്യം. പിന്നീട് കുഴൽപ്പണക്കേസ്, സുരേന്ദ്രൻ്റെ കുഴൽപ്പണക്കേസ്
എന്തുകൊണ്ടാണ് സംസ്ഥാന പോലീസിന് അന്വേഷിക്കാൻ കഴിയാതിരുന്നത്? എന്തുകൊണ്ടാണ് ഇപ്പോഴും അതിന് ഒരു ഡിലേ വരുത്തുന്നത്, അറസ്റ്റ് ചെയ്യാൻ കഴിയാത്തത്? എന്തുകൊണ്ടാണ്? ശരിക്കും പറഞ്ഞാൽ അതിന് വ്യക്തമായ തെളിവുകളുണ്ടല്ലോ. കേരള പോലീസ് അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് അത് അന്വേഷിച്ച് ശരിയായ ഒരു ദിശയിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്നില്ലല്ലോ. അപ്പോൾ ഇതെല്ലാം പരസ്പരമുള്ള ഒരു ഡീലാണ്. ഈ ഡീൽ ഇന്ന് നിലനിൽക്കുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതിൻ്റെ ഭാഗമായി പല മണ്ഡലങ്ങളിലും ഈ പറയുന്നത് പോലെ CPM BJPയും ഒരുമിച്ച് മത്സരിക്കുന്നു എന്നുള്ളത് ഇത്രയും നമ്മുടെ മുമ്പിലുള്ള ഈ ഉദാഹരണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നത്. ക്ലിയർ ആണ്. ശ്രീമതി ദീപ്തി മേരി വർഗീസ്, ഇപ്പം സ്ത്രീകൾ വളരെ കുറഞ്ഞു പോയിട്ടുണ്ട് പട്ടികയിൽ എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇപ്പം ശശി തരൂരും ക്ഷമാ മുഹമ്മദും ഒക്കെ ഈ വിഷയം പരസ്യമായി തന്നെ ഉന്നയിക്കുകയും ചെയ്തു. LDF പോലും കൂടുതൽ സ്ത്രീകൾക്ക് അവസരം കൊടുത്തു. ഇനിയെങ്കിലും ഈ സിസ്റ്റം ഇതൊക്കെ ഒന്ന് മാറണ്ടേ ശ്രീമതി ദീപ്തി മേരി വർഗീസ്? കുറച്ചും കൂടി സ്ത്രീ പ്രാതിനിധ്യം പട്ടികയിലൊക്കെ വേണ്ടേ? അല്ല, സ്ത്രീകളുടെ പ്രാതിനിധ്യം ഇപ്രാവശ്യം ഗണ്യമായി കൂടുമെന്നുള്ളത് ഒരു പ്രതീക്ഷയായിരുന്നു. അത് ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാർ തന്നെ അത് പറയുകയും ഉണ്ടായി. 9 സ്ത്രീകൾ ഇപ്രാവശ്യം മത്സരിക്കുന്നുണ്ട്. കുറച്ചുകൂടിയൊക്കെ ആകാമായിരുന്നു എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. യെസ്, ഓക്കെ. അപ്പം കൃത്യമാണ് ശ്രീമതി ദീപ്തി മേരി വർഗീസ്. സമയപരിമിതിയൊക്കെ ഉണ്ടെന്നുള്ള കാര്യം എനിക്കറിയാം. പക്ഷേ അതിനിടയ്ക്ക് നമുക്ക് വേണ്ടി കുറച്ച് സമയം അനുവദിച്ചതിന് ഒരുപാട് സന്തോഷം. അങ്ങേക്ക് നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. ഓക്കെ.